ഇപ്പോൾ ശബരിമലയുടെ മോഷണത്തിൻ്റെ കാര്യം എടുത്താൽ അവിടെ മോഷണം നടത്തിയവരാരൊക്കെയാണ് എന്നും എന്താണ് സംഭവിച്ചതെന്നും വ്യക്തമായ ധാരണ പോലീസിനും പിണറായി സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് അവരെ രക്ഷിക്കാനുള്ള എല്ലാ പഴുതുകളും, അതായത് അറിയാമല്ലോ, എങ്ങനെയൊക്കെ നോക്കിയാലും അവർക്കെതിരെ ഒരു കുറ്റപത്രം വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരെ ജയിലിനുള്ളിൽ തളച്ചിടാൻ പറ്റൂ. അപ്പോൾ അതിന് വഴിയൊരുക്കാതെ സ്വാഭാവികമായിട്ട് അവർക്കൊരു ജാമ്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലും വലിയൊരു രക്ഷ വേറെ ഇല്ല. ഈസി ആയിട്ട് ആ കേസിൽ നിന്ന് ഊരിപ്പോകുന്നത് പോലെയാണ്. ഇനി ആ കേസ് ഏത് കാലത്ത് കോടതിയിൽ വരും എന്നുള്ളത് കണ്ടറിയാം. കാരണം ഇതിലെ പ്രതികളെല്ലാം തന്നെ ഏകദേശം പ്രായമായവരാണ്, ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല. എന്നാലും ഒരു കോടതി നടപടികളൊക്കെ വരുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാം ചത്തുപുല്ലും കുരുക്കും. നിസ്സാരം അതാണ്. അതിനുള്ള ബുദ്ധി വരെ അത് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു വ്യക്തിക്ക് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതിനു മുമ്പും പലരും ഭരിച്ചിട്ടില്ലേ, പക്ഷെ അവർക്കാർക്കും ഈ ഒരു, അതായത് അതിനെ വളഞ്ഞ വഴിയൊന്നോ അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡെന്നോ എന്ത് വേണോ വിളിക്കാം, പക്ഷെ എന്ത് തന്നെ ആയാലും ഹി ഈസ് എ ലെജൻഡ്. ചുമ്മാ പറയരുതല്ലോ.